എവിടെയാണെങ്കിലും നാട്ടിലായാൽ ഓണസദ്യ കഴിക്കാൻ ഒട്ടേറെ വഴികളുണ്ട്, ഹോട്ടലുകളുണ്ട്, കാറ്ററിംഗ് സർവീസ് ഉണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോയാലോ, മലയാളി കടകളില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോയാൽ എന്ത് ചെയ്യും? ടെക്നോളജി ഒപ്പമുണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. അതുകൊണ്ട് ലോകത്ത് എവിടെയായാലും ഓണസദ്യ കഴിക്കാൻ ഇനി നമുക്ക് ബുദ്ധിമുട്ടേണ്ട. ഇൻസ്റ്റന്റ് ഓണസദ്യ തയ്യാറാണ്. ഇൻസ്റ്റന്റ് ഓണസദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഓണസദ്യയുടെ പാക്ക് തുറന്നാൽ കാണാം മട്ടരിയുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, കാളനുണ്ട്, ഓലനുണ്ട്, കൂട്ടുകറി, ക്യാബേജ് തോരൻ, അച്ചാറ്, പുളിഞ്ചി, കായ വറുത്തത്, ശർക്കര വരട്ടി, പാലട പായസം, അടപ്രഥമൻ, പിന്നെ ഒരു വാഴയിലയും ഉണ്ട് ഈ ഒരു ഇൻസ്റ്റന്റ് പാക്കിൽ. ജാപ്പനീസ് സാങ്കേതികവിദ്യയായ റിട്ടോട്ട് വഴിയാണ് ഇങ്ങനെ പാക്കറ്റുകളിലാക്കി ഇൻസ്റ്റന്റ് കറികൾ തയ്യാറാക്കി വരുന്നത്. 1.5 വർഷം വരെ ഷെൽഫ് ലൈഫ് ഉള്ളതാണ് ഓരോ വിഭവങ്ങളും. ഏത് ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ പകുതി പാകം ചെയ്തിട്ട് പാക്കറ്റിനുള്ളിലാക്കി നമ്മൾ വാക്യൂം പാക്ക് ചെയ്തതിന് ശേഷം റിട്ടോട്ട് എന്നുള്ളൊരു ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിനെ ഉയർന്ന ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് അങ്ങനെ എടുക്കുക, അതായത് ബാക്ടീരിയ ഫ്രീ ആക്കും. അതുകൊണ്ടാണ് അത് നോർമൽ ടെമ്പറേച്ചറിൽ, നോർമൽ റൂം ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുക. ഈ വിഭവങ്ങൾ നേരിട്ട് ഇലയിലേക്ക് വിളമ്പാവുന്നതാണ്. പക്ഷേ സ്വാദും മണവും കൂടാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ രുചി കൂടും. മണത്തിന് കുറവൊന്നുമില്ല. അവിയലാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വിഭവങ്ങൾ, ഓണസദ്യ പാക്കുകൾ വീടുകളിലേക്ക് എത്തിയാൽ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഒന്ന് ഇലയിലേക്ക് വിളമ്പാം. അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചാൽ 5 മിനിറ്റിൽ ഇൻസ്റ്റന്റ് സദ്യ ഇലയിൽ തയ്യാറാണ്. നമുക്ക് രാജ്യത്ത് എവിടെയും ഓൺലൈൻ ഡെലിവറി സൗകര്യമുണ്ട്. 27 രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുണ്ട്. എല്ലാ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻസും പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുമ്പോൾ അവിടെയുള്ള ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓണസദ്യയുടെ നല്ല മണം ഇലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി രുചിയുണ്ടോ എന്ന് കഴിച്ചു നോക്കാം. എന്തായാലും മണം മാത്രമല്ല, രുചിയിലും നല്ല രസമുണ്ട്. നമ്മുടെ വിദേശ മലയാളികൾ മാത്രമല്ല, അതിർത്തി കാക്കുന്ന ജവാന്മാരും ഈ ഇൻസ്റ്റന്റ് ഓണസദ്യ കഴിച്ചാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാട്ടിലെ ഓണത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത്. ഞാൻ പഠിക്കുന്നത് ന്യൂയോർക്കിലായിട്ട്. ഞാൻ നാളെ കഴിഞ്ഞ് പോവാ. എളുപ്പമാണല്ലോ, അവിടെ ചൂടാക്കി കഴിച്ചാൽ മതി. അങ്ങനെ ഹോം ഫുഡ് മിസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആയിട്ട് വന്നേക്കണേ. മകള് വെളിയിലാണ്, ബാങ്കോക്കിലാണ്. ഞങ്ങൾ ഈ ആഴ്ച പോവുകയാണ്. വളരെ സൗകര്യമായി ഞങ്ങളൊരു പാക്കറ്റും വാങ്ങിയിട്ട് ബാങ്കോക്കിൽ പോവുകയാണ്. അതിർത്തികൾ എത്ര മാറി മാറി സഞ്ചരിച്ചാലും കടല് കടന്നാലും ഓണം എന്നത് ഓരോ മലയാളിയുടെയും വികാരമാണ്. ഓണ ദിവസം ഒരു സദ്യ, അത് കഴിച്ചാലേ മലയാളിക്ക് ആ വർഷം മനം നിറയൂ. അതിലേക്കുള്ള വഴിയാണ്, വിപണി കാണിച്ചു തരുന്ന വഴിയാണ് നമ്മൾ ഈ കണ്ടത്. ആ ആഗ്രഹത്തിലേക്ക്, ഇഷ്ടത്തിലേക്ക് ഓരോ മലയാളിക്കും പരിമിതികൾ മറികടന്ന് മനസ്സ് നിറച്ചൊരു ഓണസദ്യ ഉണ്ടായി. കൊച്ചിയിൽ നിന്നും ധനേഷ് പയ്യന്നൂരിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.